വീട്ടിലുണ്ടായ വയലറ്റ് മുളക് വെച്ചിട്ട് വേറൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ അന്ന് കാട്ടിയത് ഉള്ളി മുളക് ചമ്മന്തി അല്ലേ. ഇത് തേങ്ങ വെച്ചിട്ട് നമ്മുടെ ഈ വയലറ്റ് മുളക് കൊണ്ട് കിടിലനൊരു ചമ്മന്തി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് തേങ്ങയും നമ്മുടെ മുളക് ഒരു 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ധാരാളമാണ്. പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് പുളി ഇടാം, പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ. പിന്നെ നമ്മുടെ കൊച്ചുള്ളി നന്നായിട്ടൊന്ന് ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഓവറായിട്ട് അങ്ങോട്ട് അരയ്ക്കണ്ട, ഒരു മീഡിയം പരുവാകുമ്പോൾ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒരു അടി അടിച്ചാൽ ഇതാ ഈ ഒരു സ്ട്രക്ചറിൽ കിട്ടും. ഇത് കിടിലൻ ചമ്മന്തിയായിരുന്നു. പിന്നെ ഈ ഒരു മുളകിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ എരില്ല. പിന്നെ ഇതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചമ്മന്തി. ബിരിയാണിക്കായാലും നെയ്ച്ചോറിനായാലും നമ്മുടെ വെറും ചോറിനായാലും നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് ഇത്. വയലറ്റ് മുളക് കൊണ്ട് മാത്രമല്ല, എല്ലാ മുളക് കൊണ്ട് ഇത് ഉണ്ടാക്കാം. എന്നാലും ഈ മുളക് ഒരു സ്പെഷ്യൽ കാരണം ഉണ്ടാക്കിയെന്നുള്ളൂ, ഈ ഒരു റെസിപ്പി കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കാന്താരി മുളകൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടാറ്റ.